ഇന്ന് തിരുവോണമാണ്. പ്രൈം വിറ്റ്നസിലെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ ഞാൻ നേരുന്നു. ഇന്ന് മലയാളികൾക്ക് പൊതുവെ ഉത്സവ ദിനമാണ്. ഇന്ന് എല്ലാ വീടുകളിലും സദ്യയുണ്ട്. ഓണസദ്യയുടെ കഴിച്ചെല്ലാവരും ഇന്ന് ആഘോഷപൂർവ്വം വീടുകളിൽ കഴിയുന്നു. ഓണത്തിനനുബന്ധിച്ച് കഴിഞ്ഞ 10 നാളുകളിലായിട്ട് നമ്മൾ ഉത്സവത്തിന് തിരക്കിലാണ്. ഓണത്തിന് മഹാബലി നമ്മളെ സന്ദർശിക്കാൻ വരുന്നു എന്നാണ് നമ്മുടെയൊക്കെ സങ്കല്പം. കാരണം അദ്ദേഹം മഹാബലി തപസ് ചെയ്തു. തപസ്സിന്റെ ശക്തിയിൽ 3 ലോകവും കീഴടക്കി. അങ്ങനെ 3 ലോകത്തിന്റെ അധിപനായി. ഇത് ദേവന്മാർക്ക് സൂചിച്ചില്ല. ദേവന്മാര് അവര് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി സങ്കടം ഉണർത്തിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു വാമന രൂപം പൂണ്ട് ധർമ്മിഷ്ഠനായ മഹാബലിയോട് 3 അടി സ്ഥലം ചോദിച്ചു എന്നാണ്. ധർമ്മിഷ്ഠനായ അദ്ദേഹം 3 അടിയല്ലേ ഉള്ളൂ, 3 അടി സ്ഥലം തരാം എന്ന് പറഞ്ഞു. വാമനൻ തൻ്റെ ശരീരം വലുതാക്കി. അതിനുശേഷം അദ്ദേഹം 1 അടി സ്ഥലം അത് ഭൂമിയിൽ അളന്നു. അടുത്ത 1 അടി സ്ഥലമില്ലാത്തതുകൊണ്ട് സ്വർഗത്തിൽ അളന്നു. മൂന്നാമത്തെ അടിക്ക് കാലുവെക്കാൻ സ്ഥലമില്ലാതെ വന്നു. മഹാബലി തൻ്റെ തല കാണിച്ചു കൊടുത്തു. അങ്ങനെ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നാണ് നമ്മുടെ സങ്കല്പം. ഈ ഐതിഹ്യം നമ്മളെ ചരിത്രവും അതുപോലെ തന്നെ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമാണ്. എല്ലാ വർഷവും മലയാളിയുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ മഹാബലിയെ സ്വീകരിക്കാൻ തയ്യാറെടുപ്പ് നടക്കും. 28 ഓണം വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 28ാം ഓണം നമുക്കറിയാം, അത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് 28ാം ഓണം. അങ്ങനെ ഓണത്തിനനുബന്ധിച്ച് പൂക്കാലം വരവായി. നമ്മൾ ഓണത്തിൻ്റെ മുന്നോടിയായ എല്ലാ സ്ഥലങ്ങളിലും പൂക്കളം തീർക്കും. വീടുകളിൽ പൂക്കളം തീർക്കുകയും അതിനു മുമ്പായി തന്നെ നമ്മൾ വീടും പരിസരവും മഹാബലി വരുന്നതുകൊണ്ട് വൃത്തിയാക്കും. വീടും പരിസരങ്ങളും വീടിനകവും എല്ലാം വൃത്തിയാക്കി ഓണത്തിനെ വരവേൽക്കാൻ മലയാളികൾ തയ്യാറാവും. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ഓണസമയത്ത് കേരളത്തിലെത്തുന്നു. നമ്മുടെ പരമ്പരാഗതമായ പല ആചാരങ്ങളും പല കളികളും ഈ കാലഘട്ടത്തിലുണ്ട്. നമുക്കറിയാം ആലപ്പുഴ വള്ളംകളിയുടെ പ്രത്യേകത. ഓണത്തിനോടനുബന്ധിച്ചാണ് ആ വള്ളംകളി. ആ വള്ളംകളിയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ വന്നു ആവേശം കൊണ്ട് വള്ളത്തിൽ എടുത്തു ചാടി. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആ പുന്നമട കായലിൽ ആ കായൽ തീരത്ത് ഞാൻ നീന്തിയിട്ടുണ്ട്. കാരണം എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ, ഞാൻ സംസ്ഥാന സ്വിമ്മിംഗ് ചാമ്പ്യനായിരുന്ന കാലഘട്ടത്തിൽ ആലപ്പുഴ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളങ്ങളോടനുബന്ധിച്ച് അന്ന് 15-20 കിലോമീറ്റർ നീന്തൽ മത്സരം ഉണ്ടായിരുന്നു. കായലിൻ്റെ ഇങ്ങേയറ്റത്തു നിന്ന് വിട്ടിട്ട് നെഹ്റു ട്രോഫിയുടെ വള്ളം ഫിനിഷ് ചെയ്യുന്നിടത്താണ് ഞങ്ങളും വന്ന് നീന്തി എത്തേണ്ടത്. ഇത് പഴയ കാലത്തെ സംഭവമാണ്. അതിനനുബന്ധിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ഈ ഓണക്കാലത്ത് മറ്റൊരു മഹാനെ പറ്റി ഓർക്കേണ്ടി വരും. തിരുവനന്തപുരത്തെ കേണൽ ഗോദാർമരാജയെ ഞാൻ ഓർക്കും. കാരണം ഓണത്തോടനുബന്ധിച്ച് നമ്മളെല്ലാം വീട്ടിൽ പൂക്കളം തീർക്കും. എല്ലാ സ്ഥലങ്ങളിലും പോയി കുട്ടികളും വലിയവരും ഒക്കെ പൂക്കൾ ശേഖരിച്ച് വീടിൻ്റെ മുമ്പിൽ നമ്മൾ പൂക്കളം സൃഷ്ടിക്കും. കേരളം അല്ലെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഒരു കളിയാണ്. ആയിരക്കണക്കിന് ടണ്ണ് പൂക്കളാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓണക്കാലത്ത് എല്ലാവരും നമ്മൾ പൂക്കളം തീർക്കും. ആ സമയത്ത് സമ്മർ വെക്കേഷൻ കാലഘട്ടത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പം, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കേണൽ ഗോദാർമരാജയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്ലെയിൻ ക്രാഷിലാണ് മരണപ്പെട്ടത്. തിരുവനന്തപുരം ഇന്നത്തെ സ്പോർട്സ് കൗൺസിൽ അന്നത്തെ പോലെ തന്നെ ഇരിക്കുന്നു. സ്പോർട്സ് കൗൺസിലിൻ്റെ പഴയ കെട്ടിടത്തിന് ഇന്നും യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഞാനൊക്കെ അവിടെ സ്പോർട്സ് കൗൺസിലിൻ്റെ വെക്കേഷന് 15-20 ദിവസം അവിടെ ക്യാമ്പടിക്കും. അപ്പോൾ ആ സമയത്ത് കേണൽ ഗോദാർമരാജ അദ്ദേഹമാണ് കേരളത്തിൻ്റെ
സ്പോർട്സിൻ്റെ പിതാവ്. അദ്ദേഹം അവിടെ വരും. സമ്മർ വെക്കേഷൻ കോച്ചിങ് ക്യാമ്പിൽ എല്ലാവരുമായിട്ടിരുന്ന് കളി തമാശകൾ പറയും. എന്നോട് അദ്ദേഹം പ്രത്യേകം വാത്സല്യം കാണിച്ചു. പലർക്കും അത് എന്താണെന്ന് മനസ്സിലായില്ല. കാരണം അന്ന് നമുക്ക് ഓണത്തിനോടനുബന്ധിച്ച് ചതുരംഗം എല്ലാവരും കളിക്കും. അങ്ങനെ നമുക്ക് ചതുരംഗം അന്ന് വളരെ പ്രിയപ്പെട്ടൊരു വിനോദമായിരുന്നു. ഇന്ന് ചതുരംഗം നമുക്കറിയാം, ഇന്ന് അത് ചതുരംഗത്തിൻ്റെ ആ സെറ്റ് അതേപടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. അത് ചില കട്ട അന്നത്തെ സൃഷ്ടിച്ചെടുക്കുന്നത് വാഴയുടെ തട വെട്ടി അവിടെ ആളുണ്ടാക്കും. ചെറിയ വാഴ ഇലയ്ക്കയുടെ അതിൻ്റെ ആ ത്രെഡ് ഉപയോഗിച്ചിട്ട് ആള്, പിന്നെ അത് വാഴ വലിയ തട വെട്ടി അത് രാജാവിനെയും കിങ്ങിനെയും മന്ത്രിയെ സൃഷ്ടിച്ചെടുക്കും. പിന്നെ ആന, കുതിര, ഇതൊക്കെ ഈ വാഴത്തട കൊണ്ട് പല ഷേപ്പിലുണ്ടാക്കിയിട്ടാണ് അന്നത്തെ കാലത്ത് ഈ ചതുരംഗം കളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഉപ്പുതറ എന്ന സ്ഥലത്തെ അവിടുത്തെ പഴയ കാലത്തെ കടകളുടെ മുമ്പിൽ ഈ ചതുരംഗം കളി ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ അവിടെ പോയി എത്തി നോക്കും. അവിടെ പോയി നോക്കിയതിന് തല്ല് കിട്ടിയിട്ടുണ്ട് ഫാദറിൻ്റെ. എങ്കിലും അങ്ങനെ അവർ കളിക്കുന്നത് ഈ വാഴത്തട വെച്ചിട്ടാണ്. ആ കളിയിലും ഞാൻ പോയി നോക്കി നിന്ന് പഠിച്ചു. അത് ഇംഗ്ലീഷ് ചെസ് അല്ല, അത് മലയാളം ചെസ്സാണ്. ഇന്ന് കേരളത്തിലുള്ള എത്ര പേര് ഇത് കേട്ടിട്ടുണ്ട്, എത്ര പേർക്ക് ഇത് അറിയാം? എനിക്ക് മലയാളം ചെസ് അറിയാം. ഞാൻ അങ്ങനെ പഠിച്ച് ഞാൻ സ്പോർട്സ് കൗൺസിൽ വരുമ്പോൾ കേണൽ ഗോതർമ്മ രാജ അവിടെ ഒന്ന് ചോദിച്ചു. എല്ലാവരും ഇംഗ്ലീഷ് ചെസ്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളൂ, അല്ല ഇംഗ്ലീഷ് ചെസ് കളിക്കാനേ അറിയത്തുള്ളൂ. പക്ഷെ മലയാളം ചെസ്സിനെ പറ്റി, നമ്മുടെ രാജകൊട്ടാരത്തിൽ നടന്ന മലയാളം ചെസ്സിനെ പറ്റി ആർക്കും അറിയില്ല. മലയാളം ചെസ്സും ഇംഗ്ലീഷും കാലുകൾക്ക് വ്യത്യാസമുണ്ട്, അതിൻ്റെ മൂവ്മെൻറ്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കളിയായിരുന്നു. നമുക്കറിയാം ഉന്തു ആന ഉന്തു എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അന്നത്തെ കാലത്ത് രാജാക്കന്മാര് ചതുരംഗ കളിയിൽ ഉസ്താദുകളായിരുന്നു. രാജ്യം വരെ പണയം വെച്ച്, ഭാര്യമാരെ വരെ പണയം വെച്ച് ചതുരംഗം കളിച്ച സംഭവമൊക്കെ നമ്മുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പം കേണൽ ഗോതർമ്മ രാജയ്ക്ക് മലയാള ചെസ് കളിക്കണം. അദ്ദേഹം വരുമ്പോൾ മലയാളം ചെസ്സാണ് കളിക്കുന്നത്. എന്നെ എപ്പോഴും വിളിക്കും. രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെ സ്പോർട്സ് കൗൺസിൽ വെച്ച് ആ മലയാളം ചെസ്സിൽ ഞങ്ങൾ കളിക്കും. എനിക്കിത് ഈ ഓണക്കാലത്ത് അതാണ് കൂടുതൽ ഓർമ്മ വരുന്നത്. കേണൽ ഗോതർമ്മ രാജയും മലയാളം ചെസ്സും ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ പൂക്കളം തീർക്കും, തിരുവാതിരക്കളി, പിന്നെ ഊഞ്ഞാലാട്ടം, പിന്നെ അതിൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമുക്കറിയാം കടുവാ കളി വരും നാട്ടൻ പ്രദേശത്ത്. അതുപോലെ തന്നെ നമുക്ക് ഊഞ്ഞാല് ആടി തിമിർക്കുന്ന സ്ത്രീകൾക്കും പ്രത്യേക ഊഞ്ഞാല് കെട്ടും, താത്തി കെട്ടും, പുരുഷന്മാർക്ക് ഉയർത്തിയ ഊഞ്ഞാല് കെട്ടും. അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ആടി തിമിർക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ ഈ ഓണക്കാലഘട്ടത്തിൽ ഇന്ന് നബിയുടെ ദിനമാണ്. നബിയുടെ 1500 ജന്മദിനമാണ്. മുഹമ്മദ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഏറ്റവും അധികം പ്രകീർത്തിക്കപ്പെടുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 1500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജനിച്ചു. ലോകത്തെ നല്ലൊരു ശതമാനം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മുസ്ലിം സമുദായത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയിലും അദ്ദേഹത്തിൻ്റെ ആ മുസ്ലിം പദപ്രയോഗങ്ങളും വരെ ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു 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 സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം യാതൊരു വിധത്തിലും അന്ന് സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. പക്ഷെ ആ മുഹമ്മദ് എന്ന ആ വ്യക്തിയാണ് ഇന്ന് ലോകം അധികം ആരാധിക്കപ്പെടുന്ന, ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന വ്യക്തി. അപ്പം പഠനമൊന്നുമില്ല, നിരീക്ഷണവും. അദ്ദേഹം ലോകം മുഴുവൻ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കണ്ടെത്തിയ സത്യങ്ങളും വിളിച്ചു പറയുന്നത്. എല്ലാ മനുഷ്യനും തുല്യരാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. മഹാബലി നമുക്ക് നൂറ്റാണ്ടുകൾക്കും ചരിത്രാതീത കാലം മുതൽ നമ്മൾക്കിവിടെ ഇന്ത്യയിലും ആ വസ്തുതയാണ്. നമ്മൾ ചരിത്രവും ഐതിഹ്യവുമായി നമ്മുടെ അമ്പലങ്ങളുമായി കോർത്തിണങ്ങി കിടക്കുന്ന തിരുവോണം. ആ തിരുവോണമാണ് ഇന്ന്. ആ തിരുവോണ സമയത്ത് തിരുവോണത്തിന്റെ ധാർമ്മികത എന്ത് എന്നെനിക്ക് ഞാൻ പലപ്പോഴും ചോദിക്കും. തീർച്ചയായിട്ടും ധാർമ്മികത ഐക്യത്തിന്റെ ശക്തിയാണ്. എല്ലാ മനുഷ്യരും ഒന്നാണ്. അതുപോലെ തന്നെ പരസ്പര പിന്തുണയും സഹായവും. പട്ടിണി കിടക്കുന്നവനൊക്കെ നമ്മൾ ആ തിരുവോണ ദിവസം അവരുടെ വീട്ടിൽ ആഹാരം എത്തിക്കും. തുല്യത ആണ് ഐക്യത്തിന്റെ ശക്തിയാണ് ഓണത്തിന്റെ ധാർമ്മികത. ഓണ ദിവസം മാത്രമല്ല, 365 ദിവസവും ഇത് കേരളത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് സദ്യയുണ്ട്. ഞാനൊക്കെ
15 ഐറ്റം സദ്യയായിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പരിപ്പുണ്ടാവും, പപ്പടം ഉണ്ടാവും, സാമ്പാർ, മോര്, മാങ്ങ അച്ചാറ്, തോരൻ, കാളൻ, ഓലൻ, കൂട്ടുകറി, മെഴുക് പുരട്ടിയത്, പുളിശ്ശേരി, അവിയൽ, പച്ചടി, കിച്ചടി, ആ ഐറ്റങ്ങൾ അങ്ങനെ പോകും. പിന്നെ അവസാനം പായസം. അങ്ങനെ 15 കൂട്ടമാണ് നമ്മളൊക്കെ കൂട്ടിയിരിക്കുക. പക്ഷേ ഇപ്പം അത് 31, 34 കൂട്ടങ്ങളുമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ പറ്റി എനിക്കറിയില്ല. സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഈ 15 ഐറ്റം ഉണ്ടാവും. അതാണ് നമ്മുടെ ഓണ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഹാരം കഴിക്കുന്നതും സദ്യ കഴിക്കുന്നതും ഏറ്റവും കൂടുതൽ കറികൾ കഴിക്കുന്നതും രുചിയായ പായസം വിവിധ തരത്തിലുള്ളത് നമ്മൾ കഴിക്കുന്നതൊക്കെ ഓണക്കാലഘട്ടത്തിലാണ്. പിന്നെ ഓണത്തിന് നമുക്കറിയാം പന്തുകളി എല്ലാ സ്ഥലങ്ങളിലും, നാടൻ പന്തുകളി. അത് ഞാൻ കണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് കോട്ടയത്തെ പുതുപ്പള്ളിയിൽ. നാടൻ പള്ളികളിലേക്ക് അവിടെ വലിയ ടീമുണ്ട്. അവർ ഇന്നും അന്നും വാശിയോടെ ഇന്നും അത് ആ ഓണാഘോഷത്തോടനുബന്ധിച്ച് നാടൻ പന്തുകളി അവിടെ നടത്തിക്കൊണ്ടുവരുന്നത് കാണാം. പിന്നെ കഥകളി നമുക്കറിയാം. അത് പൂക്കളം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ കുച്ചിപ്പൊടിയും തിരുവാതിരകളെയും ഒപ്പം തന്നെ രാത്രിയിൽ കഥകളി ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ പൈതൃകമായി നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു സാമൂഹ്യമായ നവോത്ഥാനത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പല പല രൂപത്തിലുള്ള കളികളാണ്. എന്തായാലും മലപ്പുറത്ത് ഒരു തിരുവോണം മലയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. തിരുവോണം മലയെന്നാണ് അതിൻ്റെ പേര്. അത് തിരുവോണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മലയാണത്. എന്തായാലും കേരളത്തിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഘോഷം നടത്തുന്ന സമയമാണ് ഓണക്കാലഘട്ടം. ഏതായാലും 10 ദിവസത്തെ കൊയ്ത്തുത്സവമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഓണം നിലനിൽക്കുന്നത്. കൊയ്ത്തുത്സവത്തോടെ 10 ദിവസത്തെ കൊയ്ത്തുത്സവത്തിനാണ് നമ്മൾ ഈ ഓണം എന്ന് വിളിക്കപ്പെടുന്നത്. ഏതോ ആഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ് സാധാരണ ഈ ഓണം കയറി ഇറങ്ങി വരുന്നത്. ഏതായാലും നമ്മുടെ ഈ ഓണത്തിൻ്റെ ഈ വിശേഷ ദിവസങ്ങളെപ്പറ്റി, ഓണത്തിൻ്റെ ആചാരങ്ങളെ പറ്റി ലോകം മുഴുവൻ ആൾക്കാർ അത് ആഘോഷിക്കുന്നുണ്ട്. മലയാളികളോടൊത്തെല്ലാം ഈ ഓണാഘോഷം പതിവാണ്. ഓണാഘോഷത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല. എല്ലാ മലയാളികളും ലോകത്തെ ഏത് രാജ്യത്തായാലും ശരി അവിടെ ഓരോ അസോസിയേഷൻ ഉണ്ടാക്കി ഓണത്തിൻ്റെ പല പല ആഘോഷങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാം. കാനഡയിലുള്ള ചില വ്യക്തികൾ എന്നെ വിളിക്കാറുണ്ട്. ഓണത്തിന് അവിടെ ഒരു വള്ളംകളി അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ 100, 110, 120 പേരോളം നമ്മുടെ വള്ളംകളിക്ക് ഒരു വള്ളത്തിൽ ഇരുന്ന് തൊഴിയുന്ന അത്ഭുത കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എത്ര മനോഹരമായ കാഴ്ചയാണ് അതൊക്കെ. കേരളയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ തന്നെയാണ് ഓണം. ആലപ്പുഴയിലെ പുന്നമടക്കായലിലെ ഓണക്കാലത്തുള്ള വള്ളംകളി കാണാൻ വിദേശത്തു നിന്ന് ധാരാളം ആൾക്കാർ അവിടെ വന്നു പോകുന്നത് നമുക്കറിയാം. ഓണത്തിന് മഹാവിഷ്ണുവിനെ നാം നമിക്കുന്നു. കാരണം കേരളീയർക്ക് ഈ ഓണം എന്ന സങ്കല്പം ആ മഹാവിഷ്ണു ആണ് നൽകിയതെന്നാണ് പുരാണത്തിൽ പറയുന്നത്. എന്തായാലും ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് വളരെയധികം ആഘോഷങ്ങളിലെ കൂടെ ഓണത്തിനുള്ള ഓണത്തല്ലുകൾ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന രസകരമായ കാളപൂട്ട് മത്സരങ്ങൾ നമുക്കറിയാം. അത് കോട്ടയം ജില്ലയിലും അതുപോലെ പത്തനംതിട്ട ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ ഇന്ന് കാളപൂട്ട് മത്സരം ഓണത്തോടനുബന്ധിച്ച് നമുക്ക് ആഘോഷം കാണാൻ പറ്റും. അതുപോലെ ഓണസമയത്ത് ഞങ്ങളൊക്കെ പല സ്ഥലത്തും കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഓണച്ചിരികൾ, അന്നൊന്നും വലിയ ചിരിക്കാനൊന്നും അറിയെങ്കിലും ഓണച്ചിരികൾ, ഓണപ്പാട്ടിനോടൊപ്പം തന്നെ ഓണച്ചിരികളും വെടിവട്ടങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. ഇവിടെ ഈ ഓണക്കാലത്തും ധാരാളം വെടിവട്ടങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തും സാഹിത്യ മത്സരങ്ങളായിട്ടും അങ്ങനെ വളരെയധികം വെടിവട്ടങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 10-13 വർഷമായിട്ട് ഒരു വെടിവട്ടം എല്ലാ മാസവും ഫസ്റ്റ് ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അത് എൽ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലെ അവിടെ റെഡ് ക്രോസ് ഹാളിൽ വളരെ ഫ്രീ ആയിട്ട് ഞങ്ങളെപ്പോലെയുള്ള ഒരു ധാരാളം പേര് അവിടെ വന്ന് വെടിവട്ടത്തിൽ പങ്കുചേരും. വളരെയധികം നല്ല തമാശകൾ, ആധുനികമായ തമാശകൾ അവിടെ നിങ്ങൾക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ഞാൻ ആ സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ ഇതുപോലെയുള്ള നർമ്മങ്ങളാണ് സാധാരണഗതിയിൽ വിളമ്പുന്നത്. അത് പലർക്കും രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓണക്കാലത്ത് ധാരാളം നർമ്മകഥകളും ആവശ്യമില്ലാത്ത ചില നർമ്മങ്ങളൊക്കെ പൊട്ടിച്ച് ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു സംഭവം കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട്. അത് ഓണക്കാലത്തിൻ്റെ അല്ല, അത് നമുക്ക് തീർച്ചയായിട്ടും അത് ദൈനംദിനം നമ്മുടെ ജീവിതത്തിലെ
ഒരു ചിരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു പോകുന്നത് നമ്മുടെ ടെൻഷൻ കുറയാനായിട്ടുള്ള ഒരു ഒരു സാധനമായിട്ടാണ് എല്ലാവരും അത് കണക്കാക്കുന്നത്. നമുക്ക് ഓണസമയത്ത് പുതിയ ഉടുപ്പുകൾ കുട്ടികൾക്കും വലിയവർക്കും ലഭിക്കും. നമുക്ക് ഓണസദ്യയും പായസം മാത്രമല്ല, അവിടെ ഊഞ്ഞാല് കെട്ടുകയും ചീട്ട് കളിക്കുകയും പകിട കളിക്കുകയും പന്ത് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന പദ്യം ചൊല്ലും അക്ഷരശോക മത്സരങ്ങളൊക്കെ നമുക്കറിയാം. അത് ചീട്ട് കളിക്കുന്നവർ കഴുതക്കളി കളിച്ച് ചിരിക്കുന്നതൊക്കെ നമുക്ക് ധാരാളം കാണാനുള്ള തമാശകളാണ്. ഓണക്കാലത്ത് ഒത്തിരി തമാശകൾ ഇങ്ങനെ പലരും പറയുമ്പോൾ രസകരമായ അടുത്ത ദിവസം ഇപ്പം പോലീസ് ആൾക്കാരെ മർദ്ദിക്കുന്നതൊക്കെ കണ്ട് കഴിഞ്ഞ ദിവസം കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് മുരടിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പോലീസിനെ കളിയാക്കിക്കൊണ്ട് ധാരാളം തമാശകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ മറ്റൊരു സോഷ്യൽ മീഡിയയിൽ കൂടെ കുട്ടികൾ പലരും അവരുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ അവരുടെ ചിരിക്കുന്ന അവരുടെ ഡാൻസ് കളിക്കുന്ന ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം അവർക്ക് ഒരു ഓട്ടോയിൽ സഞ്ചരിച്ചപ്പോൾ ഓണക്കാലത്ത് അവർ 4-5 കിലോ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി വാങ്ങിച്ചു. വളരെ അധികം കഷ്ടപ്പെട്ടിട്ടാണ് അത് വാങ്ങിച്ചെടുത്തത്. അവർ ഓട്ടോയിൽ വന്ന് കയറി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ആ മാമ്പഴം 3-4 കിലോ എടുക്കാൻ മറന്നുപോയി. ഓട്ടോക്കാരൻ വിട്ടുപോയി. അവർ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ 4-5 കിലോ, അത് വളരെ നല്ല വൈശിഷ്ട്യമുള്ള മാമ്പഴമായതുകൊണ്ട് അത് ദൈവത്തെ ഓർത്ത് അത് ആ ഓട്ടോക്കാരൻ തിരിച്ച് എൻ്റെ വീട്ടിൽ തന്നാൽ ഓട്ടോറിക്ഷയും തന്നേക്കാം, ഒരു കോംപ്ലിമെന്റ് തരാം എന്ന് പറഞ്ഞ് ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ കൂടി ഇട്ടു. അതിന്റെ ഫലമായിട്ട് അവരുടെ വീട്ടിൽ 50 കൊട്ട മാമ്പഴം വന്നു എന്നാണ് പറയുന്നത്. കാറുകളിലൊക്കെ എത്തി. അത് ഈ പെൺകുട്ടിയെ കാണാൻ നല്ല സൗന്ദര്യമുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഓട്ടോക്കാർ മാത്രമല്ല, വല്ലാത്ത പയ്യന്മാരും ചെറുപ്പക്കാരും മാമ്പഴമായിട്ട് ആ വീട്ടിൽ ചെന്നതായിട്ടാണ് ഇപ്പം ആ പെൺകുട്ടിയുടെ ഒരു കമന്റ് വന്നത്. എന്തായാലും ഈ ഓണക്കാലത്ത് ഇതുപോലുള്ള രസകരമായ സംഭവങ്ങൾ, മാങ്ങാപ്പഴം കൊണ്ട് ഇപ്പം ആ ഒരു കുട്ടിക്ക് 50 കൊട്ട മാങ്ങാപ്പഴം കിട്ടി എന്ന് പറയുന്ന പോലെ ധാരാളം രസകരമായ സംഭവങ്ങൾ ഓണക്കാലത്തും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം അത് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ചിരിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം തമാശകൾ കണ്ട് നമുക്ക് ഓണക്കാലത്ത് ചിരിക്കാൻ ധാരാളം തമാശകൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ. എങ്കിലും മറ്റുള്ളവരെ നമ്മൾ തമാശയൊക്കെ ചേർത്ത് പറയുമ്പോഴും അവരെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇടരുത്. ഒബ്സീനായിട്ടുള്ള ഒരു കാര്യവും ഇടരുത്. അതൊക്കെ എന്തായാലും പിന്നീട് ചില കേസുകളിലേക്ക് ചെന്ന് ചാടും. അതുകൊണ്ട് മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന, ഉപദ്രവിക്കുന്ന, അവരെ മോശമായി ചിത്രീകരിക്കുന്ന ഒന്നും ഇടാതെ നിർദോഷമായ ഫലിതങ്ങൾ മാത്രം ഈ സമയത്ത് ഇട്ട് രസിക്കുന്നത് ഓണക്കാലത്ത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.